ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചൂരമീനാണ്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ടൊന്ന് പിടിക്കുന്നത് പോലെ നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറിലും കുറഞ്ഞത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആവുന്ന അത്രയും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ പീസ് മീനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം അച്ചാറിടാൻ എടുത്തേക്കുന്ന മീൻ ചൂരയാണ് കേട്ടോ. അപ്പം ആരെങ്കിലും ചൂര മീനും കൊണ്ട് അച്ചാറിടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനച്ചാറൊക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? പ്രത്യേകിച്ചും പ്രവാസികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മീനച്ചാർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ മീനച്ചാർ. അപ്പം നമുക്കത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പം മീനൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ മീൻ വറുത്ത എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിടുന്നവരും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ മുഴുവനായിട്ട് ഇടുന്നവരും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മളിവിടെ ചതച്ച് വെച്ചേക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് നമുക്ക് നെടുവേ കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി നമുക്കിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്. കാരണം പൊടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മീനും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനിട്ടതിന് ശേഷം മീൻ പൊട്ടിപ്പോകാതെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 150 മില്ലിയോളം വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അച്ചാർ കേട് വരാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.